നിങ്ങൾ തംബ്നെയിൽ കണ്ട കണക്കെ തന്നെ നിങ്ങൾക്ക് 500 രൂപ വരെ സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടും. അത് വിഡ്രോ അടിക്കാൻ പറ്റും. റീചാർജൊക്കെ ചെയ്യുമ്പോൾ 1 രൂപ പോലും നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നില്ല, പകരം ഇതിൻ്റെ പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത്, ടെലിഗ്രാം പോസ്റ്റ് ലിങ്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന കണക്കെ തന്നെ ഈ പോസ്റ്റ് ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്താൽ മാത്രം മതി, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു റൂട്ട് ഇത് മാത്രമല്ല, 2 സംഭവം ഉണ്ട് ഇതിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. രണ്ടാമത്തെ നിങ്ങൾക്ക് ഡെയിലി 830 അടുത്തൊക്കെ കിട്ടും, നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം കയറിയാൽ. സോ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു സംഭവത്തിൽ നിങ്ങളൊന്നുമില്ല, കയറുക, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ APK ഡൗൺലോഡ് ചെയ്യുക. APK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ക്ലെയിം 1 to 100 അല്ല 500 1 to എത്ര എമൗണ്ട് കാണാൻ പറ്റും. സോ അത് പോയിട്ടൊന്ന് ക്ലെയിം ചെയ്യുക, അത് വെച്ചിട്ട് പ്ലേ ചെയ്യുക, വിഡ്രോ അടിക്കുക. സോ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ജോയിൻ ചെയ്യുക. 1072 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനി നല്ല രീതിയിൽ നമുക്ക് ഗ്രോ ആക്കണം. ടെലിഗ്രാമിൽ നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത എല്ലാ ലൂട്ട്സിനും ആ ടെലിഗ്രാമിൽ ഇടുക. സോ എല്ലാവരും പോയിട്ട് ജോയിൻ ചെയ്യുക. വീഡിയോക്ക് മസ്റ്റായിട്ടും ഒന്ന് ലൈക്ക് അടിച്ച് നോക്കാം. അപ്പം നേരെ നമ്മളെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം വരാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ക്യാഷ് ആക്കാൻ പറ്റും. അതായത് ഒന്നുമില്ല, ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലായാലും നല്ലൊരു 3-4 മാസം എന്തായാലും നിൽക്കും. സോ അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു $200, അതായത് ഏകദേശം ഒരു 16K ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഏകദേശം 830 വരെ, മിനിമം ഒരു 500 to 830 രൂപ വരെ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും. ഏത് ടൈമുമാണ് നിങ്ങളെ ക്യാപിറ്റൽ വിഡ്രോ അടിക്കുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഏത് ടൈമുമാണ് നിങ്ങൾ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യുക. അതൊരു മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 24,000 കിട്ടും. ഒരു മിനിമം ഒരു 3 മാസം നിൽക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 72,000 അടുത്ത് എമൗണ്ട് കിട്ടും. സോ അതായത് നമ്മൾ MTF അറിയുമോ? MTF സ്കാമാന്ന് പറഞ്ഞിട്ട് പോകണ്ട, പക്ഷേ അതൊരു വർഷം നിന്നിരുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കയറിയവർ, അന്നൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു 10,000 20,000 ഇട്ടവരൊക്കെ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഏകദേശം 1-2 ലക്ഷം റുപ്യേൻ്റെ അടുത്ത്, 1-2 അല്ല, ഏകദേശം 1-20 ഉണ്ടാക്കിയവർ കഥ എനിക്കറിയാം. സോ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ കയറിയിട്ട് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയ MTFൽ അത് പൂട്ടി. ഇതും അതേ കണക്കത്തെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. സോ ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ, നിങ്ങൾ ഇമെയിൽ നെയിം, ഫസ്റ്റ് നെയിം, യൂസർ നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്വേഡ്, കൺഫേം പാസ്വേഡും അതൊക്കെ അടിച്ച ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് I agree എന്ന് പറഞ്ഞിട്ട് സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് സോ ആഫ്റ്റർ ദാറ്റ് നമ്മളെ ഇമെയിലോട്ടേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. മേ ബി സ്പാം സെക്ഷനിലായിട്ടായിരിക്കും കടന്നിട്ടുണ്ടാവുക. ചെറുപറ മെയിൽ അയക്കുന്നതുകൊണ്ടാണ് സ്പാം സെക്ഷനിൽ കിടക്കുന്നത്. വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിൽ നേരെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു പണിയുമില്ല. ഒരു ദിവസം 3 ട്രേഡ് ഇവർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ മിനിമം ഏകദേശം 0.5 അല്ല 0.3% to 5% കിട്ടുന്നതായിരിക്കും. 3 ട്രേഡ് എടുക്കുന്നതായിരിക്കും ഒരു ദിവസം. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതായത് ഞാൻ കാണിച്ചത്, അതായത് ഇവിടെ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് ജസ്റ്റ് ഒരു $10 മാത്രമാണ്. നിങ്ങൾക്ക് ഏത് ടൈമും ആണെങ്കിൽ വിഡ്രോവലും കാര്യങ്ങളൊക്കെ അടിക്കാം. സോ ഇവിടെ ലോക്കിങ് സംഭവം അങ്ങനത്തെ ഒരു സംഭവമില്ല. MTFൻ്റെ സെയിം തന്നെയാണ്. ഇത് MTFൻ്റെ സെയിം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ലോക്കിങ് എമൗണ്ട് ലോക്കായോ സംഭവം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ടൈം ആണെങ്കിലും വിഡ്രോ അടിക്കാം. ഡെയിലി ഇവർ ഓട്ടോമാറ്റിക് മിനിമം 2 to 4 ട്രേഡ് ഡെയിലി എടുക്കും. അതിൽ 0.3% മിനിമം 5%, മാക്സിമം 5% വരെ നിങ്ങൾക്ക് കിട്ടും. ഏകദേശം മിന്നാന്നൊക്കെ ഏകദേശം 3-4% ഒക്കെ ആയിരുന്നു നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട്. അതായത് നിങ്ങളൊരു മിനിമം ഒരു $100 ഇപ്പം നിങ്ങൾ ഇട്ടെന്ന് വെച്ചോ. നിങ്ങൾക്ക് ഡെയിലി ഒരു 100, അതിൻ്റെ ഒരു 5% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. $100 ഒക്കെ ഇട്ടാൽ ഏകദേശം ഡെയിലി 500 റുപ്യേൻ്റെ അടുത്തൊക്കെ വെച്ച് ഡെയിലി കിട്ടും. ഏത് ടൈമും ആണെങ്കിൽ വിഡ്രോ അടിക്കാം. അതായത് ഇന്ന് നിങ്ങൾ ഏകദേശം ഒരു $100 ഇട്ട് അല്ലെങ്കിൽ $200 ഇട്ട്, എന്നിട്ട് അത് നിങ്ങളൊരു 10 ദിവസത്തേക്ക് ഹോൾഡ് ആക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒപ്പം ഒരു $8,000, അതായത് $200 ഇട്ട് ഏകദേശം $16,000. അപ്പോൾ ഡെയിലി ഒരു 5% വെച്ച് കിട്ടിയാൽ ഒരു 10 ദിവസം ഹോൾഡ് ആക്കിയെന്ന് വെച്ചോ. അത് അങ്ങനെ 10 ദിവസം ഹോൾഡ് ആക്കിയാൽ ഏകദേശം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് ഏകദേശം $8,000 അടുത്താണ്. ഏത് ടൈം ആണെങ്കിൽ വിഡ്രോ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പം തന്നെ ഇവർ റൂമിച്ച് വിടാൻ ചാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഗൈസ്, അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. ഇനി എങ്ങനെയാണ് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് ഏകദേശം $34, ഏകദേശം 3,200 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് വിഡ്രോ അടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ഡെപ്പോസിറ്റ് വേണ്ടി കാണിച്ചത്? ആദ്യം നിങ്ങൾ ഡെപ്പോസിറ്റ് എന്ന സെക്ഷനിൽ ആഡ് ഫണ്ട്സ് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ എമൗണ്ട് എൻ്റർ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ $100 ആണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബൈനാൻസ് വഴി P2P വഴി നിങ്ങൾ $100 വാങ്ങിച്ചാൽ മതി. ഞാൻ TRC20 $US നിങ്ങൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എമൗണ്ട് കാണിക്കേണ്ടത് $1 ഫീ ആവുന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേ നൗ എന്നുള്ള ഭാഗത്ത്
ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവർ മസ്റ്റായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കേണ്ടതാണ്. സോ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. അന്നേരം നിങ്ങൾ സെലക്ട് കോയിൻ എന്നെടുത്ത് ടെതർ USDT എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ താഴെ ബില്ലിംഗ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ഓക്കെ, സോ ആ ബില്ലിംഗ് ഇൻഫോർമേഷൻ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ടെതർ USDT TRC20 സംഭവമാണ് നമ്മളടുത്ത് വേണ്ടത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് $101 എന്നില്ല 101 പോയിൻറ്റ് ഇത്ര എമൗണ്ട് എന്നില്ല കാണിക്കാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യേണ്ടതാണ്. കറക്റ്റ് എമൗണ്ട് ഫുള്ളായിട്ട് കോപ്പി ചെയ്യേണ്ടതാണ്. ഇവിടെ കാണാൻ പറ്റും 101.0 സംതിങ്. ആ ഒരു എമൗണ്ട് കറക്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, അല്ലാണ്ട് അതിലും തെറ്റാനോ കാര്യങ്ങളോ പാടില്ല. കാരണം ടാക്സ് പോകുന്നത് സ്കാനർ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു എമൗണ്ട് കറക്റ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, അതിന് ശേഷം ബൈനാൻസിൽ പോയിട്ട് നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ആ QR ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത QR കോഡ്. അതിനുശേഷം നിങ്ങളിവിടെ എമൗണ്ട് നില്ലെടുത്ത് USDT എമൗണ്ട് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, TRC20. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു എമൗണ്ട് കറക്റ്റ് കോപ്പി ആക്കണം. ഓക്കെ, കോപ്പി ആക്കിയിട്ട് വിഡ്രോവൽ എമൗണ്ടിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അന്നേരം എത്ര എമൗണ്ട് റിസീവ് ആകുക കാര്യങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ഏകദേശം രാവിലെ എൻ്റെ അടുത്ത് $35 ബാലൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വൈകുന്നേരം ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ ഏകദേശം $0.8 അടുത്ത് ഇത് വന്നിട്ട് എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്കിങ്ങനെ വിഡ്രോ എടുക്കുക കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അതിന് നിങ്ങൾ വാലറ്റ് എമൗണ്ട് ഡെപ്പോസിറ്റ് വാലറ്റ് പിന്നെ പ്രോഫിറ്റബിൾ ബാലൻസിൽ എടുക്കുക. ഓക്കെ, അതിനുശേഷം എമൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ $34 ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് $31. ഞാൻ ഇപ്പോൾ ഇവിടെ $30 വിഡ്രോ അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എനിക്ക് $30 വിഡ്രോ അടിക്കേണ്ടത്. സോ അത് ഞാൻ ജസ്റ്റ് കൺഫേം ആക്കാണ്ട് ക്യാൻസൽ അടിച്ചിട്ട് $34 വിഡ്രോ അടിക്കേണ്ടത്. അതിൻ്റെ അടുത്ത് $35 ബാലൻസ് ഉണ്ട്. $1 ചാർജബിൾ എമൗണ്ട് ആയിട്ട് അവിടെ ബാലൻസിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ 34 അടിച്ചെടുത്ത് 35 ഉണ്ടായിട്ടും. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് എൻ്റെ ബൈനാൻസ് TRC20 കറക്റ്റ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാനത് കോപ്പി ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം കൺഫേം ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഒരു മണിക്കൂർ നിർത്തിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ 15 മിനിറ്റിനുള്ളിൽ തന്നെ സാധനം നമ്മുടെ ബൈനാൻസിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളൊന്നും ആക്കേണ്ട നേരെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ദിവസത്തിന് ശേഷം വന്ന് നോക്കിയാൽ മാത്രം മതി. ഇവിടെ കയറിയിട്ടുള്ള പ്രൂഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് റിസ്ക് ആണ്, അത് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓവറോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഈ MTFയിൽ ആദ്യം കയറിയവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കണക്കെ തന്നെ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം കയറിയ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു $100 ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സമയമാണെങ്കിൽ വിഡ്രോ അടിക്കാം. മാക്സിമം നേരത്തെ ജോയിൻ ആക്കുക, പ്രോഫിറ്റ് ആക്കുക, വിഡ്രോ അടിക്കുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ലിങ്ക് താഴെയുണ്ട്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇപ്പോൾ മാക്സിമം എല്ലാവരും ഫാസ്റ്റ് ജോയിൻ